ആ പുറകിൽ നിരനിരാ വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ കുട്ടിയ ക്രാഫ്റ്റുകളാണ്. അതെല്ലാം പറക്കി കിച്ചണിൽ കൊണ്ട് നിരത്തി വെച്ചേക്കുന്ന അമ്മയുടെ പണിയാണ്. ഇന്ന് നമുക്ക് ഓരോ വെച്ച് ഒരു സംഭവ ബഹലമായ ഒരു സാധനം ഉണ്ടാക്കാം. ചേച്ചിയുടെ കുക്കിംഗ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് കണ്ടിട്ട് എന്റെ കണ്ണെല്ലാം കൂടെ നിറഞ്ഞു. എന്റെ പൊട്ട കുക്കിങ്ങിനും ആരാധകരുണ്ടല്ലേ. ഇനി നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് വേണ്ടെന്ന് പറഞ്ഞാലും ഞാനിടും. എടാ അപ്പോഴേ ഓറിയോ എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ തലയും കുത്തിയങ്ങ് വീഴായിരുന്നു. അതിനെല്ലാം കാരണം ആ പരസ്യത്തിൽ വരുന്ന ചെറുക്കന. കടയ്ക്ക് എന്ത് പരസ്യം കണ്ടാലും അതിലുള്ള എല്ലാ സാധനവും എനിക്ക് വേണമായിരുന്നു. എന്നിട്ട് ചെറുക്കൻ ഇരുന്നിട്ട് ലിപ് ചെയ്യൂ ഡിപ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാനും കൊത്തിയിരുന്നു അതെല്ലാം കാണിക്കായിരുന്നു. ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതിനെ ഓരോ റോൾസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. 2 മുട്ടയും 1 ഗ്ലാസ് പാലും കുറച്ച് വനില എസൻസും കുറച്ച് കൊക്കോ പൗഡർ മൈദ പിന്നെ പൊടിച്ച പഞ്ചസാരയും ഇത്രയും കൂടി മിക്സ് ചെയ്ത് അധികം തിക്കല്ലാത്തൊരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് നല്ല ഷൂന്നുള്ള ദോശ പോലെ ആക്കി എടുക്കണം. തീരെ കട്ടിപാടില്ലേ. അതിന്റെ ഇടയ്ക്കൂടെ കൈ കൊണ്ട് മുറിച്ച് കൈ മുറിക്കുന്ന പരിപാടി ഇപ്പൊ സ്ഥിരമായി വന്നിരിക്കുക. നല്ല റബ്ബർ ഷീറ്റ് ഉണക്കായിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നുണ്ടില്ലേ. ഉണ്ടാക്കിയ ഇടയ്ക്കൂടെ കുറച്ച് മുറിഞ്ഞു പോയി. ഇനി അതിനുള്ളിൽ വെക്കാനേ കുറച്ച് വിപ്പിംഗ് ക്രീമും വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതും നമ്മുടെ ഓരോ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഇടിച്ച് പൊടിച്ച് ഇഞ്ച് പരിവാക്കി എടുക്കണം. അത് നമ്മുടെ മറ്റേ സാധനത്തിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. എടാ അത് ശരിക്കും സൂപ്പർ ഡൂപ്പർ.